മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയ്ക്കുള്ള സാധ്യതകൾ തുറക്കുന്ന കഥകൾ നമ്മൾ നേരത്തെ പല തവണ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴിതാ കോഴിക്കോട് കാവിലുംപാറയിൽ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള താലപ്പൊലി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയിരിക്കുകയാണ് മഹല്ല് കമ്മിറ്റി. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന സ്വീകരണത്തിന് ഈ റംസാൻ മാസത്തിലും കാവിലുംപാറ മഹല്ല് കമ്മിറ്റി മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് തത്സമയം. ഷഹീദ്, ഈ ഉത്സവങ്ങളുടെ കാലം, അതുപോലെ തന്നെ നോമ്പുകാലം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് ഇതുപോലെ കുറെ നന്മയുടെ കാഴ്ചകൾ, കുറെ ഒത്തൊരുമയുടെ കാഴ്ചകളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെയുള്ള മനോഹരമായ ഒരു കാഴ്ച, ആ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ 2 മതങ്ങളുടെയും തമ്മിലുള്ള ആ ഒരു സ്നേഹവും, ഒരു വാങ്കുവിളി കേൾക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ അത് ചെവിയോർത്ത് നിൽക്കുന്ന, കാതോർത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒക്കെ മനോഹരം തന്നെ. ഹിമ, കോഴിക്കോട് ജില്ലയിലെ കാവിലുംപാറ ഗ്രാമത്തിലാണ് ഈ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും മതസാഹോദര്യത്തിൻ്റെയും ഈ കൂടിച്ചേരലിൻ്റെയും ഒക്കെ വലിയൊരു മാതൃക കൂടി. കേരളത്തിൽ പല കാഴ്ചകൾ നമ്മൾ മുമ്പ് കണ്ടതാണ്. അതിൻ്റെ ഒരു പുതിയൊരു കാഴ്ച കൂടി നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ ആ ഗ്രാമത്തിൽ വലിയൊരു ഉത്സവം, ഭഗവതി ക്ഷേത്രത്തിൽ വലിയൊരു ഉത്സവം കാലങ്ങളായി നടന്നു വരുന്നതാണ്. ആ ഉത്സവത്തിലേക്ക് കാവിലുംപാറ ഒരു മലയോര ഗ്രാമമാണ്. വിവിധയിടങ്ങളിൽ നിന്നായി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ പല കൈവഴികളിലൂടെ വരുന്ന ഒരു സ്ഥലമാണ്. അവരൊരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും. അവിടെ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് വലിയൊരു ഘോഷയാത്രയായി പോകുന്നത്. അങ്ങനെ സംഗമിക്കുന്ന സമയത്താണ് കാവിലുംപാറ മുസ്ലിം പള്ളി മഹല്ല് കമ്മിറ്റി അതിനൊരു സ്വീകരണം നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ആ സ്വീകരണം നൽകുന്നത്. ആളുകൾക്ക് ജ്യൂസും പഴവർഗ്ഗങ്ങളും കുട്ടികൾക്ക് മിഠായികളും ഒക്കെ നൽകി പള്ളി കമ്മിറ്റി അവരെ സ്വീകരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അവിടെ കണ്ടത്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഇങ്ങനെ ഒരു സ്വീകരണം അവർ നൽകി വരുന്നുണ്ട്. നേരത്തെ ഈ ഘോഷയാത്ര നടത്താൻ വേണ്ടി ഒരു ചെറിയ സ്ഥലപരിമിതി പ്രശ്നം ഈ ക്ഷേത്ര കമ്മിറ്റി നേരിട്ടിരുന്നു. അങ്ങനെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ മുമ്പിലുള്ളൊരു സ്ഥലത്ത് അവരെ സംഗമിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിലേക്ക് പിന്നീട് പോവുകയാണ്. അപ്പോൾ പള്ളിക്ക് മുമ്പിൽ അങ്ങനെ ഒരു സംഗമം നടക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പള്ളി കമ്മിറ്റി അവരെ അറിയിക്കുകയും ചെയ്തു. അവർ ക്ഷേത്ര കമ്മിറ്റി അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെയാണ് വലിയൊരു മാതൃക. ഒരുപക്ഷെ നമുക്ക് ആനുകാലിക സാഹചര്യത്തിൽ മറ്റെവിടെയും അധികമൊന്നും കാണാത്ത കാഴ്ചകളാണ് കേരളത്തിൽ ഇങ്ങനെ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സന്തോഷകരമായ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 3 വർഷമായി ഇത് തുടർന്ന് വരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളിലും റംസാൻ കാലം ആയിരുന്നില്ല. പക്ഷേ ഇത്തവണ റംസാൻ കാലം ആയിട്ടും ആ രീതിയിലുള്ള സ്വീകരണത്തിനും സൗഹാർദ്ദത്തിനുമൊക്കെ അവിടെ കാവിലുംപാറ വേദിയായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശരി ഷഹീദ്, എന്തായാലും നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരം കഥകൾ കേൾക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കുറെ അതിക്രമങ്ങളുടെ കാഴ്ചകളാണ് കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നിന്നൊക്കെ കുറെ നല്ല കാഴ്ചകൾ, മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഒത്തൊരുമയുടെയും കാഴ്ചകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹവും.